നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിൽ ചേരുമെന്ന് സൂചന നൽകി പി.സി. ജോർജ്. ഇതിനോടനുബന്ധിച്ച് ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി ഇന്ന് പി.സി. ജോർജ് ചർച്ച നടത്തും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട്. പൂഞ്ഞാർ മുൻ എം.എൽ.എ ആയ പി.സി. ജോർജ് നിലവിൽ ജനപക്ഷം പാർട്ടിയുടെ നേതാവാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി.സി. ജോർജ് ബി.ജെ.പിയുമായി അടുക്കുന്നതിന്റെ സൂചനകൾ പുറത്തുവന്നിരുന്നു. പത്തനംതിട്ടയിൽ പി.സി. ജോർജ് മത്സരിക്കാനുള്ള സാധ്യതയും ചർച്ചയായി. ഇതിനിടെയാണ് ഡൽഹിയിൽ പി.സി. ജോർജ് എത്തുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കും പാർട്ടിക്ക് ഉണ്ടാകുകയെന്ന് കേരള ജനപക്ഷം സെക്യുലർ തീരുമാനിച്ചിരുന്നു. കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം. ഈ സാഹചര്യത്തിൽ പി.സി. ജോർജ് ബി.ജെ.പിയിൽ ചേരുമോ, അതേ പാർട്ടി എൻ.ഡി.എയുടെ ഭാഗമാകുമോ എന്നതും ചോദ്യമായുണ്ട്. ഏതായാലും ബി.ജെ.പിക്കൊപ്പമാകും പി.സി. ജോർജ് എന്ന് വ്യക്തമാണ്. പി.സി. ജോർജിനെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അന്തിമ തീരുമാനമെടുക്കും. ബി.ജെ.പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. നദിയിൽ തോട് ചേർന്നു അത്രേ പറയാനാകൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനമുണ്ടാകുമെന്നും പി.സി. ജോർജ് പ്രതികരിക്കുകയുണ്ടായി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് നിർബന്ധമില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ്. നെഹ്റു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നാണ് പാർട്ടിയിലെ എല്ലാവരുടെയും അഭിപ്രായം. സീറ്റൊന്നും പ്രശ്നമല്ല. പത്തനംതിട്ടയിൽ നിന്നേ തീരൂ എന്നെനിക്കൊരു നിർബന്ധവുമില്ല എന്നും പി.സി. ജോർജ് പറഞ്ഞു. പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറെ സംഭാവന നൽകുകയും ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് രാജ്യ താൽപര്യങ്ങൾക്ക് ഉത്തമമെന്ന് പി.സി. ജോർജിന്റെ പാർട്ടി വിലയിരുത്തുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനം അനുസരിച്ച് ബി.ജെ.പി എൻ.ഡി.എ നേതൃത്വങ്ങളുമായി ചർച്ച നടത്തുന്നതിന് പി.സി. ജോർജ്, ഇ.കെ. ഹസൻകുട്ടി, ജോർജ് ജോസഫ് കാക്കനാട്ട്, നിഷ എം.എസ്, പി.വി. വർഗീസ് എന്നിവർ അംഗങ്ങളായ അഞ്ചംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായും പാർട്ടി അറിയിച്ചു. ഇതിനോടനുബന്ധിച്ചാണ് ഡൽഹിയിൽ ചർച്ച നടന്നത്. കാർഷിക മേഖലയിൽ മോദി സർക്കാർ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പലതും സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായ റബ്ബറിന് 250 രൂപ ഉറപ്പുവരുത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കിയിട്ട് വേണം കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാനെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ഇതോടെ പി.സി. ജോർജ് പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വൈകാതെ വിരാമമായേക്കും. എൻ.ഡി.എയുമായി ജനപക്ഷം സഹകരിക്കുന്നതോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് സ്വന്തം പാർലമെന്റ് മണ്ഡലമായ പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കുമെന്നാണ് അഭ്യൂഹം. പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾക്കൊപ്പം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ മികച്ച വോട്ട് നേടാൻ കഴിഞ്ഞെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയാതിരുന്നതിനാലാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. അതിനാൽ ഈ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തൽ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.